അത് ഞാൻ പ്രാർത്ഥിക്കുവായിരുന്നു, ദൈവം എന്റെ കുഞ്ഞമ്മയ്ക്ക് ഒരു ഇടിഞ്ഞു പൊടിഞ്ഞ വീട് വസ്തുണ്ട്, അതൊന്ന് വിറ്റ് കിട്ടിയിരുന്നെങ്കിൽ അവരെങ്ങനെങ്കിലും വേറെ എവിടെയെങ്കിലും വാടകയ്ക്കയിലും വീടെടുത്ത് താമസിച്ചേനെ, സമാധാനത്തെ കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആ കാര്യം അങ്ങ് മറന്നു. പ്രാർത്ഥിക്കും, പക്ഷെ ആ നിയോഗത്തിലുണ്ടല്ലോ, അത് നടന്നില്ലല്ലോ എന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നു. ഇവിടെ വന്ന് സിസ്റ്ററോട് ഈ കാര്യം എല്ലാം പറഞ്ഞ് ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു. എന്റെ അമ്മൂമ്മയാണ് വിളിച്ച, അമ്മയുടെ അമ്മ. ഞാൻ അമ്മ എന്തോ ആയി മോളെ, പള്ളിയിൽ പോയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മയെ സാക്ഷ്യം പറയാൻ എഴുതി കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുക. അപ്പൊ മോളെ, കുഞ്ഞമ്മയുടെ വീടിന്റെ കച്ചവടമായി, അവർ പെട്ടെന്ന് വന്ന് എഴുതാൻ പറഞ്ഞ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പം എന്നോട് പറയുക, കുഞ്ഞമ്മ ഇപ്പൊ അവർ എഴുതി കാണും, ഇപ്പൊ അവർ അഗ്രിമെന്റ് എഴുതി പൂർത്തീകരിച്ചു കാണും. അതൊരു വലിയ കാര്യമാണ്, കാരണം ഞാനത് പ്രതീക്ഷിച്ചതേ ഇല്ല. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോ അവരത് എഴുതുവാന്ന്. മാതാവിനെ വിശ്വസിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അമ്മയെ വിശ്വസിക്കണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അമ്മ നമുക്ക് നടത്തിത്തരും. ഒരു അന്ധവിശ്വാസിയായിരുന്നു ഞാൻ. എന്നെ അമ്മ ഇത്രയും ഉയർത്തിയെങ്കിൽ അത് അമ്മയുടെ കഴിവ് തന്നെ, അമ്മയുടെ അത്ഭുതമാണ്. വാഗ്ദാനത്തിന്റെ പേടകമല്ല, അമ്മ നമ്മളെല്ലാം ഉയർത്തും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല സഹോദരനോട് മിണ്ടത്തില്ല, ഞാൻ വീട്ടിൽ കയറിയിട്ടില്ലെന്ന്. ഈ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ എന്തോ എന്റെ ഇമിഗ്രേഷന്റെ എന്തോ പേപ്പർ അഡ്രസ്സ് മുഖാന്തരം എന്റെ സ്വന്തം വീട്ടിലാണ് വരുന്നത്. ഞാനത് മേടിക്കാൻ എന്റെ വീടിന്റെ വാതക്കെ ചെന്നയാ. അപ്പൊ എന്റെ അമ്മ എന്നെ വിളിച്ചു പറയാ, ഞാൻ ഇനി അങ്ങോട്ട് ഇറങ്ങി വരില്ല കേട്ടോ, നീ വേണമെങ്കിൽ നിന്റെ വീട്ടിലോട്ട് കയറി വാ. ഞാൻ പറഞ്ഞില്ല, എന്റെ ആങ്ങളെ എന്നെ വിളിച്ചില്ലല്ലോ, ആ ഏട്ടനുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കും. ഇല്ല മോളെ, നീ ധൈര്യമായിട്ട് കയറി പോരെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തോ തോന്നി, എനിക്കപ്പൊ എന്റെ വാശിയൊന്നും എന്റെ ഫ്രണ്ടിലേ ഇല്ല. എന്റെ വീട്ടിൽ പോകണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് 5 വർഷവും 4 വർഷത്തിൽ കൂടുതലായി ഞാൻ പെട്ടെന്ന് എന്റെ വീട്ടിലോട്ട് ചെന്ന്. ഞാൻ ഏകദേശം ഒരാഴ്ചയോളം അവിടെ കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ കഴിയുന്നതിന്റെ ഒരു സന്തോഷം എന്തോ ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കി. കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലോട്ട് പോകുമ്പോ അങ്ങനെ എന്റെ അമ്മയോട് പറയും. അപ്പൊ ഞാൻ വിചാരിക്കും, അമ്മേ, ഒരാളുടെ മനസ്സൊക്കെ മാതാവിന് മാറ്റാൻ പറ്റുമല്ലോ. പിണക്കത്തോട്ടിരുന്നവരൊക്കെ എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ഇന്നലെയാണ് എന്റെ അമ്മ വിളിച്ചു പറയാ, മോളെ ആങ്ങളെ പറഞ്ഞ് നീ പോവാൻ പോവല്ലേ 2 ദിവസം. ആങ്ങളെക്കാരോട് ഞാൻ വീട്ടിൽ പോയ കാര്യമൊന്നും. മോളെ ആങ്ങളെ പറഞ്ഞു, മോനെ നീ പോവാൻ പോവല്ലേ, പോകുന്നതിന് മുമ്പ് 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കണേന്ന്. സത്യം പറഞ്ഞ ഇതുവരെ ഞാൻ ആഗ്രഹിച്ച കാര്യമല്ല എന്റെ അമ്മ നേടിത്തന്ന. ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ എപ്പോൾ വരുന്നില്ല മാതാവേ, ഞാൻ മാതാവിന്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ എന്റെ ആങ്ങളെ കാണാൻ പോകത്തുള്ളൂ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത്.